ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഷ്ട്രീയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന്. മേൽ വിഷയത്തിൽ ഒരു ചെറു വിശകലനമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ജില്ലാ കോടതിയെ സമീപിക്കുകയും ആയതിനു ശേഷം അത് തള്ളിയതിൻ്റെ മേലിൽ അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയുമാണല്ലോ. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയാണ് കീഴ്ക്കോടതിയിലും ഇപ്പോൾ ഹൈക്കോടതിയിലും അദ്ദേഹം ചെന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇതിന് ഹൈക്കോടതിയിൽ ജാമ്യം പരിഗണിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഒരു വിശകലനം ചെയ്യാം. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ പരിഗണിക്കുക, ഈ പരാതി കൃത്യസമയത്ത് പരാതി നൽകിയോ? ഒന്ന്. രണ്ട്, ഈ പരാതി അന്ന് പറഞ്ഞെങ്കിലും അതിനുശേഷം ഇത്രയും കാലം എന്തുകൊണ്ട് പിന്നീട് അത് പരാതിയായിട്ട് നൽകിയില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പോയി പരാതി കൊടുക്കാൻ കാരണം? ഇവർക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സമയം കിട്ടിയിട്ടും ഇതൊരു പരാതിയായിട്ട് നൽകാത്തത് ഈ ഒരു കേസിന് ഒരു ബലം കുറവ് തന്നെയാണ്. അതീതയെ സംബന്ധിച്ച് ഒരു ബലം കുറവ് തന്നെയാണ്. എന്നാൽ മാങ്കൂട്ടത്തിന് ഇതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ്. ഈ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള ഈ പരാതി നൽകാൻ വൈകുകയും ഇവരുടെ ശബ്ദ സംഭാഷണത്തിൽ തന്നെ ഇവർ പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണെന്ന് മനസ്സിലാകുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആശ്വാസമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ രണ്ടാമതൊരു കേസ് കൂടി ചാർജ് ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുന്നിലുള്ള ഈ വിഷയത്തിൽ അതിനെക്കുറിച്ച് ഈ രണ്ടാമത് ക്രിമിനൽ ആന്റിസിഡന്റ് ഈ വിഷയത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആശ്വാസം തന്നെയാണ് പകർന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇനിയുള്ള ഈ കേസിന്റെ വിധി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മറ്റു കേസുകൾ വരുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കേസിനെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യത്തിന് ഒരു തടസ്സമായി നേരിട്ടേക്കാം. എന്നാലും ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം തന്നെയാണ്. മുൻകൂർ ജാമ്യം ലഭിക്കും എന്നാണ് സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നത്. ഇനിയും പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്താം. ഏതായാലും ഇന്നത്തേക്ക് തൽക്കാലമായി വിട ചോദിക്കുകയാണ്. ജയ് ഹിന്ദ്, നമസ്കാരം.